കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ അധികാരമുഷ്കിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടപടി പ്രതിഷേധാർഹമാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ തിയോഫിൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. തിയോഫിൻ, വളരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് ഒരു രാഷ്ട്രീയ വേട്ടയാടൽ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ. അവണി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞാൽ അവണി സൂചിപ്പിച്ചതുപോലെ ഈ വേട്ടയാടൽ ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പ്രതികരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലായിരുന്നു. ആലോചിച്ച ശേഷം മതി പ്രതികരണം എന്ന ഒരു നിലപാടിലായിരുന്നു തൃശൂർ ജില്ലാ നേതൃത്വം. ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിനെ തുടർന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. പ്രസ്താവനയിലൂടെ അറിയിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ അധികാര മുഷ്കിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് തുറന്നു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ്. ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ആദായനികുതി വകുപ്പാണ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. ഈ നടപടി പ്രതിഷേധാർഹമാണ്. തന്നെയുമല്ല, യാതൊരുവിധ നിയമാനുസൃതമായ നടപടിക്രമങ്ങളും പാലിക്കാതെയാണ്, ചട്ടങ്ങൾ പാലിക്കാതെയാണ് ആദായനികുതി വകുപ്പ് ഈ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി എടുത്തിട്ടുള്ളത്. തന്നെയുമല്ല, മറ്റൊരു വിഷയത്തിൽ ED വിളിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറിയെ. ചോദ്യം ചെയ്തതിന് വിളിപ്പിച്ചിട്ട് അവിടെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അസാധാരണമായ രീതിയിൽ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്തു. ഇതും അസാധാരണമായ ഈ നടപടിയും പ്രതിഷേധാർഹമാണ്. മുൻകൂർ നോട്ടീസ് ഇല്ലാതെ ഇത്തരത്തിൽ ചെയ്യുന്നത് രാഷ്ട്രീയമായുള്ള ഒരു സമ്മർദ്ദമാണ്. മേൽത്തട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് ഇതെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശൂർ MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് CPM ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള CPIM-ന്റെ അക്കൗണ്ടുകളാണ്. ആ അക്കൗണ്ടുകൾ 3 പതിറ്റാണ്ടോളം പഴക്കമുള്ളതാണ്. കൃത്യമായ രേഖകളെല്ലാം പാലിച്ച് വളരെ സുതാര്യമായ രീതിയിലുള്ള അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ഇതിൽ പാർട്ടിയുടെ വരവ് ചെലവ് കണക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്ത് യഥാസമയം ആദായനികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ നൽകിയിട്ടുള്ളതാണ്. എന്നിട്ടും ഇത്തരത്തിലൊരു തീരുമാനം, ഒരു നോട്ടീസോ മുൻകൂട്ടി അറിയിപ്പോ ഇല്ലാതെ നടക്കുന്നത് ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് നിഗൂഢമായ അക്കൗണ്ടാണ് എന്ന കള്ള പ്രചാരണം നടത്തുന്നതിന് വേണ്ടിയാണ്. ഇതെല്ലാം വ്യാജ പ്രചരണങ്ങളാണ്. ഈ അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടി രാഷ്ട്രീയമായ ഒരു ദുഷ്ടലാക്കാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മുന്നണിയെ തകർക്കാനുള്ള ഈ ജനാധിപത്യ ശ്രമങ്ങളാണ്. ഇത് ദേശീയ പാർട്ടി എന്ന നിലയിൽ വളരെ നിയമപരമായി തന്നെ അതിനെ നേരിടും എന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടില്ലാത്ത രീതിയിലുള്ള ഒരു അധികാര ദുർവിനിയോഗം ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും തന്നെയുമല്ല, മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ കേന്ദ്രത്തിന്റെ ഈ അധികാര ദുർവിനിയോഗത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിനെ തുണയ്ക്കുന്ന നിലപാടാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്നത്. മറ്റൊന്നു കൂടി സൂചിപ്പിക്കുന്നത്, ഈ ബാങ്കിൽ പരിശോധനയ്ക്കായി ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് AICC അംഗമായ മുൻ MLA അനിൽ അക്കര അവിടെ എത്തിയത്, രാത്രി തന്നെ അവിടെ എത്തിയത്. അതും ഒരു പക്ഷേ അതായത് അദ്ദേഹത്തിന് അവിടെ എത്തിയതിനെ ആ AICC അംഗത്തിന്റെ വരവ് ഈ കേന്ദ്ര ഏജൻസികളുടെ ഏജന്റായാണോ പ്രവർത്തിക്കുന്നത് എന്ന സംശയം അത് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പ്രതിഷേധം തുടങ്ങാൻ ആലോചനയുണ്ട്. LDF ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. പ്രാദേശികമായുള്ള പ്രതിഷേധങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അവണി. ശരി, കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ അധികാരമുഷ്കിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടപടി പ്രതിഷേധാർഹമാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. വിശദാംശങ്ങളാണ് തിയോഫിൻ നൽകിയത്.